സംസ്ഥാന സർക്കാരിൻ്റെ വികസന സദസ്സിന് തുടക്കമായി. ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള വികസനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ അടിസ്ഥാനത്തിലെടുത്താൽ, മുന്നണി അടിസ്ഥാനത്തിലെടുത്താൽ പല ചേരികൾ അധികാരത്തിലുണ്ടാവും. എല്ലാവരുടെയും ഏകരൂപമായിരിക്കില്ല. ഈ പ്രക്രിയയിൽ എല്ലാവരും സഹകരിക്കുകയാണല്ലോ വേണ്ടത്. ഇതിനകത്ത് വേറെ അജണ്ടയില്ലല്ലോ. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിർത്തിയിലെ വികസനത്തെക്കുറിച്ചാണല്ലോ. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുക. ആ ചർച്ച തുറന്ന മനസ്സോടെ നടത്താലോ. എന്നാൽ ചിലയിടങ്ങളിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ മോദി സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ്, അവർ സൃഷ്ടിച്ച കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം സംസ്ഥാന സർക്കാർ നൽകിയതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഒരു ചുവട് കൂടി വെച്ചാൽ ലോകത്ത് ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുന്ന രണ്ടാമത്തെ പ്രദേശമായി കേരളം മാറും. അടുത്ത 5 വർഷത്തേക്ക് ഏറ്റെടുക്കേണ്ട പദ്ധതികൾ ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ് വികസന സദസ്സെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇന്ന് 64,006 അതിദരിദ്ര കുടുംബങ്ങളിൽ 93% അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അടുത്ത കേരളപ്പിറവി ദിനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിൻ്റെ നെറുകയിലെത്താൻ കേരളത്തിന് ഒരു ചുവട് കൂടി വെച്ചാൽ മതി. ഒറ്റ ചുവട് കൂടി വെച്ചാൽ ഇന്ത്യയിലെന്നല്ല ലോകത്ത് ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുന്ന രണ്ടാമത്തെ പ്രദേശമായി കേരളം മാറുകയാണ്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, അതായത് 2 കാര്യങ്ങളാണിത്. ഒന്ന്, റോഡ് മുതൽ പാർപ്പിടം വരെ, ഭക്ഷണം മുതൽ വസ്ത്രം വരെ, എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലേക്കും സർവ്വതല സ്പർശിയായി എല്ലാവരിലേക്കും ഭക്ഷ്യരാഷ്ട്രീയ ഭേദമന്യേ വികസനം എത്തിക്കുക എന്നുള്ളതാണ് ഈ രണ്ടാം പിണറായി സർക്കാർ ചെയ്ത ആ പ്രവർത്തികളുടെ കൂടുതൽ സംസ്ഥാപനമാണ് ഈ വികസന സദസ്സിലൂടെ മുമ്പോട്ട് വെക്കുന്നത്. അത് മോദി സർക്കാരിൻ്റെ ശക്തമായ ഞെരുക്കലുകൾക്കിടയിലാണ് സാധ്യമാക്കിയത് എന്നതാണ് രാഷ്ട്രീയ വിജയം. ഈ 2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ഒപ്പം പ്രതിപക്ഷം കാണിക്കുന്ന നിരാസം, ഇതൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഡിസംബറിൽ ഏതാണ്ട് സിംഹഭാഗവും പൂർത്തിയാകും ദേശീയപാതയുടെ. നടക്കില്ലെന്ന് കരുതി തള്ളിയതാണ്. സുലേഖ. തീർച്ചയായും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ കേന്ദ്രത്തിലെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളുമായാണ് കേരളം മുന്നോട്ട് പോകുന്നത്. വികസന പദ്ധതികൾ, അനവധിയായ വികസന പദ്ധതികൾ അത് കേരളം നടപ്പിലാക്കുന്നു. കടുത്ത സാമ്പത്തിക ഞെരുക്കം, നിഷേധാത്മക നിലപാട് കേന്ദ്രത്തിന്റെ, ഇതൊക്കെ മറികടന്നാണ് കേരളം ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഒരു മികച്ച ജീവിതം നൽകാൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ 2 LDF സർക്കാരിന്റെ കാലത്തും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്, അതൊക്കെ തന്നെയാണ് ഈ വികസന സദസ്സിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി തന്നെയാണ് ഈ വികസന സദസ്സ് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. കാരണം ദേശീയപാതയുടെ വികസനം അത് വേണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ചു പോയതാണ്. പക്ഷേ അത് നടപ്പാക്കും. ഡിസംബറോടുകൂടി ഏതാണ്ട് വലിയൊരു ഭാഗം പൂർത്തിയാവുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പോഴും വ്യവസായങ്ങളിലും പല വീടുകളിലും പൈപ്പ് ലൈനായി എത്തുന്നു. പ്രതിപക്ഷം വലിയ പ്രതിഷേധവും ആക്ഷേപവും ഉന്നയിച്ചതാണ്. അതിൻ്റെ നടുവിലൂടെയാണ് നടത്തിയത്. കേരളയിൽ പക്ഷേ സാധ്യമായില്ല. അത് ഇത്തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഉള്ള ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചാണ്. പക്ഷേ അതും പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല.
അതിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്, ഈ പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യവും. അങ്ങനെ വികസനത്തിൻ്റെ സമസ്തമായ വശങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യം, ദേശീയപാതയുടെ കാര്യം, അങ്ങനെ ഓരോന്നും. അല്ലേ സുലേഖ? തീർച്ചയായും അജിംഷ, അത് തന്നെയാണ്. ഇത്തരത്തിൽ ദേശീയപാത അത് ഡിസംബറോട് കൂടി ഏകദേശം ഭൂരിഭാഗവും പ്രദേശങ്ങൾക്കും ഇത്തരത്തിൽ ദേശീയപാതയുടെ വികസനം അത് പൂർത്തിയാകും. ശേഷം മാർച്ചോടുകൂടി ഇത്തരത്തിൽ നിലവിൽ സാധ്യമല്ലാത്ത ഇടങ്ങളിൽ കൂടി ദേശീയപാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇന്ന് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിനൊപ്പം തന്നെ പറയേണ്ടുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ കൊച്ചി വാട്ടർ മെട്രോ അടക്കമുള്ള കാര്യങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ കേരളം മികച്ച ഒരു വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം അത് മറ്റൊരു വികസനത്തിന്റെ കേരളത്തിന്റെ വികസനത്തിന്റെ മറ്റൊരു മുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ മുന്നേറാൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ വികസന സദസ്സ് അത് സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിച്ച് ജനങ്ങളുടെ അഭിപ്രായം ക്രോഡീകരിച്ച ഇനി എന്തൊക്കെ വികസനങ്ങളാണ്, ഏതൊക്കെ പ്രദേശങ്ങളിൽ എന്തൊക്കെ വികസനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വികസന സദസ്സിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. വരുന്ന 5 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ അതിപ്പോഴേ തന്നെ ഈ ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രാധാന്യമേറിയ കാര്യം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം ഏറ്റവും ജനകീയമായ പരിപ്രേക്ഷ്യത്തിൽ സാധ്യമാക്കുക, ഇതാണ് ഈ പ്ലാൻ കൊണ്ടുകൂടി ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും തീരദേശ ഹൈവേ, ദേശീയപാത, ഒപ്പം മലയോര ഹൈവേ, വിഴിഞ്ഞം പോർട്ട്, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം സമഗ്രമായ വികസനത്തിൻ്റെ പാതയിലാണ്. അതിദാരിദ്ര്യമില്ലാത്ത പ്രദേശമായി കേരളം മാറുന്നതിലേക്ക് ഈ വികസനത്തെ കൂടി കൂട്ടിച്ചേർത്ത് ഒരു മഹാപദ്ധതിയായി മുമ്പോട്ട് പോവുകയാണ്. അതാണ് ഈ വികസന കേരളത്തിൻ്റെ വികസന സദസ്സ് മുമ്പോട്ട് വെക്കുന്ന ആശയവും. തുടർന്നുള്ള വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സുലേഖ നൽകിയത്.